നമസ്കാരം സുഹൃത്തുക്കളെ. 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 24 ആണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്സ് എല്ലാവരും പഠിച്ച് സെറ്റ് അല്ലേ? അപ്പോൾ എക്സാം എഴുതി നോക്കാം. അപ്പോൾ 15 ക്വസ്റ്റ്യൻസാണ് ഉള്ളത്. പഠിച്ചിട്ട് തന്നെ എക്സാം എഴുതി മാർക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യണേ, അത് നിർബന്ധമാണ്. അപ്പോൾ എന്തായാലും എക്സാമിലേക്ക് പോവാം. ഓൾ ദി ബെസ്റ്റ്. സ്റ്റാർട്ട് ചെയ്യാം. മെയിൻസ് ഡേ 24 എക്സാം. ആദ്യത്തെ ചോദ്യം, അലുമിനിയം നിർമ്മാണത്തിലെ ഒരു ഘട്ടമാണ് ലീച്ചിങ്. ഇത് ചുവടെ തന്നിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? അയിരിന്റെ സാന്ദ്രണം, അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ, ലോഹ ശുദ്ധീകരണം, ലോഹ സങ്കരങ്ങളാക്കൽ. 2. കോപ്പർ പൈറൈറ്റ്സിനെ സാന്ദ്രീകരിക്കുന്ന മാർഗം ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക. കാന്തിക വിഭജനം, പ്ലവന പ്രക്രിയ, ജലപ്രവാഹത്തിൽ കഴുകൽ, കാൽസിനേഷൻ. 3. ചുവടെ തന്നിരിക്കുന്ന ജോഡികളിൽ നിന്നും തെറ്റായത് കണ്ടെത്തുക. മാഗ്നറ്റൈറ്റ് കാന്തിക വിഭജനം, ടിൻ ഉരുക്കി വേർതിരിക്കൽ, ബോക്സൈറ്റ് ലീച്ചിങ്, സ്വർണത്തിന്റെ അയിര് സ്വേദനം. 4. ക്രിയാശീലം കൂടിയ സോഡിയം, പൊട്ടാസ്യം എന്നിവയെ അയിരിൽ നിന്നും വേർതിരിക്കാൻ നിരോക്സീകാരിയായി ഉപയോഗിക്കുന്നത് താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, വൈദ്യുതി ഇവയൊന്നുമല്ല. 5. ഏതാനും ചില അയിരുകൾ ചുവടെ നൽകിയിരിക്കുന്നു. ബോക്സൈറ്റ്, ടിൻസ്റ്റോൺ, സിങ്ക് ബ്ലെൻഡ്, ഹേമറ്റൈറ്റ്. ഇവയിൽ റോസ്റ്റിംഗിന് വിധേയമാകുന്ന അയിര് ഏത്? ബോക്സൈറ്റ്, ടിൻസ്റ്റോൺ, സിങ്ക് ബ്ലെൻഡ്, ഹേമറ്റൈറ്റ്. 6. Her marriage has been dashed till next year. Put on, put off, put out, put up with. 7. Use suitable phrasal verb. He does not dash any misbehavior in his class. Get through, put up with, get along with, put down with. 8. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. നളിനം, നളിനി, പത്മിനി, കമലിനി. 9. ചുവടെ തന്നിരിക്കുന്നതിൽ പശു എന്നർത്ഥം വരാത്ത പദം ഏത്? സുരഭി, പുരി, രോഹിണി, മാനസം. ഓപ്ഷൻ ഇന്ന് ഉത്തരം എഴുതാം. 10. താഴെ തന്നിരിക്കുന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? ഇന്ന് മെന്റൽ എബിലിറ്റിയിൽ ശ്രേണി സീരീസാ പഠിക്കാൻ പറഞ്ഞേ. അപ്പൊ നമ്പർ സീരീസും ആൽഫബറ്റ് സീരീസും നോക്കണേ. അപ്പൊ ആദ്യത്തേത് 6, 14, 45, 184. അടുത്ത സംഖ്യ ഏതാന്ന് കണ്ടെത്തുക. 11, 4, 5, 9, 14, 23. അടുത്ത സംഖ്യ, ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? അടുത്ത ചോദ്യം, A9B, C49D, E121F. അടുത്ത ഏതാ വരുന്നേ? പതിമൂന്ന്. ചുവടെ തന്നിരിക്കുന്നതിൽ ഒരുക്കം എന്നർത്ഥം വരുന്ന പദം ഏത്? സന്നാഹം, ശബ്ദം, സമാഗമം, അജയ്യത. 14. ഇന്ന് VO മെയിൻസ് 2021 നടന്ന VO മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാൻ തന്നില്ലേ? അതിൽ നിന്നുള്ള 2 ചോദ്യങ്ങളാണ് അടുത്തത്. 14. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക. പ്രധാനമന്ത്രി വയവന്ദന യോജന 2017 മെയ് മാസം ആരംഭിച്ചു. 60 വയസ്സിന് അതിനു മുകളിലോ ഉള്ള സീനിയർ സിറ്റിസന് വേണ്ടിയുള്ളതാണ് ഈ പദ്ധതി. ഉത്തർപ്രദേശിലെ ജോൺപൂർ ജില്ലയിലാണ് ഈ പദ്ധതി തുടങ്ങിയത്. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതാണ് ഈ പദ്ധതി. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ നിന്നും ശരിയായത് കണ്ടെത്തുക. 15. ധ്രുവങ്ങളിലെ ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്നും ഉപോഷ്ണ മേഖലയിലേക്ക് വീശുന്ന ഹിമക്കാറ്റ് ഏത്? വാണിജ്യവാദങ്ങൾ, പ്രാദേശികവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവ്വവാദങ്ങൾ. അപ്പൊ ഇത്രയായിരുന്നേ 15 ചോദ്യം. ഇനി നമുക്ക് ആൻസേഴ്സ് നോക്കാം. ആദ്യത്തെ ചോദ്യം, അലുമിനിയം നിർമ്മാണത്തിന്റെ ഒരു ഘടകമാണ് ലീച്ചിങ്. ഇത് ചുവടെ തന്നിരിക്കുന്നതിൽ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു?
അയിരിന്റെ സാന്ദ്രണമാണ്. അയിരിന്റെ സാന്ദ്രണം. 2. കോപ്പർ പൈറൈറ്റ്സിനെ സാന്ദ്രീകരിക്കുന്ന മാർഗം ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക. കോപ്പർ പൈറൈറ്റ്സ് പ്ലവന പ്രക്രിയയാണ്. 3. ചുവടെ തന്നിരിക്കുന്ന ജോഡികളിൽ നിന്നും തെറ്റായത് കണ്ടെത്തുക. തെറ്റായത് ഡി ആണ്. സ്വർണത്തിന്റെ അയിര് സാന്ദ്രണം ഏതാ? ജലപ്രവാഹത്തിൽ കഴുകൽ ആണ്, അതായത് ലെവിഗേഷൻ. 4. ക്രിയാശീലം കൂടിയ സോഡിയം പൊട്ടാസ്യം എന്നിവയെ അയിരിൽ നിന്നും വേർതിരിക്കാൻ നിരോക്സികാരിയായി ഉപയോഗിക്കുന്നത് വൈദ്യുതിയാണ്. സി. 5. ഏതാനും ചില അയിരുകൾ ചുവടെ നൽകിയിരിക്കുന്നു. ബോക്സൈറ്റ്, ടിൻസ്റ്റോൺ, സിങ്ക് ബ്ലെൻഡ്, ഹേമറ്റൈറ്റ്. ഇവയിൽ റോസ്റ്റിംഗിന് വിധേയമാകുന്ന അയിര് സിങ്ക് ബ്ലെൻഡ് ആണ്. സി. 6. ഹർ മാരേജ് ഹാസ് ബീൻ ഡാഷ് ടിൽ നെക്സ്റ്റ് ഇയർ. പുട്ട് ഓഫ് ആണേ. പുട്ട് ഓഫ് എന്ന് വെച്ചാൽ പോസ്റ്റ്പോൺ. 7. യൂസ് സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്. ഹി ഡസ് നോട്ട് ഡാഷ് എനി മിസ്ബിഹേവിയർ ഇൻ ഹിസ് ക്ലാസ്. പുട്ടപ്പ് വിത്ത്. പുട്ടപ്പ് വിത്ത് എന്ന് വെച്ചാൽ എന്തുവാ? ടോളറേറ്റ്. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. ഒറ്റയാൻ നളിനമാണ്. നളിനം എന്നാൽ താമര എന്നാണ് അർത്ഥം. ബാക്കിയെല്ലാം താമര പൊയ്കയുടെ പര്യായ പദങ്ങളാണ്. 9. ചുവടെ തന്നിരിക്കുന്നതിൽ പശു എന്ന അർത്ഥം വരാത്ത പദം. പുരി. പുരി എന്നാൽ പട്ടണം എന്നർത്ഥം. മാനസം എന്നാൽ മനസ്സ് എന്നാണ് അർത്ഥം. അപ്പൊ 2ഉം 4ഉം ആണ് അർത്ഥം വരാത്തത്. 2ഉം 4ഉം മാത്രം. സി. 10. താഴെ തന്നിരിക്കുന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതെന്ന് കണ്ടെത്തുക. ഈ ശ്രേണി കണ്ടോ? 6, 14, 45, 184. അടുത്ത സംഖ്യ ഏതാന്നാ ചോദിച്ചേക്കുന്നത്. 6ൽ നിന്ന് എങ്ങനെ 14 കിട്ടി? 6 × 2 12. 12 + 2 14. 14 എങ്ങനെ 45 ആയി? 14ൽ നിന്ന് എങ്ങനെ 45ലോട്ട് പോയി? 14 × 3 + 3. 14 × 3 42. 42 + 3 45. അടുത്തത് 45ൽ നിന്ന് 184ലേക്ക് എങ്ങനെ പോയി? 45 × 4 + 4. 45 × 4 എന്ന് പറയുമ്പോൾ 180 + 4 184. അപ്പൊ അടുത്ത സംഖ്യ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുക. × 5 + 5 ചെയ്യണം. അടുത്തത് × 5 + 5 ചെയ്യുമ്പോൾ 925 എന്ന് കിട്ടും. 184 × 5 എന്ന് പറയുമ്പോൾ 920 + 5 925. ഇവിടുത്തെ പാറ്റേൺ × 2 + 2, × 3 + 3, × 4 + 4, × 5 + 5. അടുത്തത് ശ്രേണിയിലെ അടുത്ത സംഖ്യ 4, 5, 9, 14, 23. ഇവിടെ ഇല്ലേ 4ഉം 5ഉം കൂടെ കൂട്ടുമ്പോഴാണ് 9 കിട്ടുന്നത്. 5ഉം 9ഉം കൂടെ കൂട്ടുമ്പോൾ 14 കിട്ടും. 9ഉം 14ഉം കൂടെ കൂട്ടുമ്പോൾ 23 കിട്ടും. അപ്പൊ അടുത്ത സംഖ്യ എന്തായിരിക്കും? 23ഉം 14ഉം കൂടെ കൂട്ടുന്നതായിരിക്കത്തില്ലേ? 37. പ്രീവിയസ് 2 നമ്പേഴ്സ് കൂട്ടിയാൽ മതി. 37. അടുത്ത 12ാമത്തെ ചോദ്യം, A9B C49D E12 E121F. അപ്പൊ ഇവിടെ നമ്പേഴ്സ് പോകുന്ന ABCDEF. അപ്പൊ അടുത്ത സ്വാഭാവികമായിട്ടും Gയും Hഉം ആയിരിക്കും. അപ്പൊ ലെറ്റേഴ്സ് കിട്ടി. ഇനി നമ്പർ കണ്ടുപിടിക്കണം. നമ്പർ എന്ന് പറയുമ്പം 9, നടുക്ക് 9, അടുത്തത് 49, പിന്നെ അടുത്തത് 121 അല്ലെ? അപ്പൊ അടുത്ത നമ്പർ ഏതാന്നല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടേ? 9 എന്ന് പറയുന്നത് 3ന്റെ സ്ക്വയർ ആണ്. 49 എന്ന് പറയുന്നത് 7ന്റെ സ്ക്വയറാണ്. 121 എന്ന് പറയുന്നത് 11ന്റെ സ്ക്വയറാണ്. അപ്പോൾ ഈ 3ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം, 3ഉം 7ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 4. 7ഉം 11ഉം തമ്മിലുള്ള വ്യത്യാസം 4. അപ്പൊ അടുത്ത സംഖ്യ ഈ 11ഉം 4 വ്യത്യാസം വരുന്ന സംഖ്യയായിരിക്കണം ഇവിടെ വരേണ്ടത്. ഏതാ? 15 ആണ്. അപ്പൊ 15ന്റെ സ്ക്വയർ എടുത്താൽ മതി. 15ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 225 ആണ്. 225. അപ്പൊ ഉത്തരം G 225H. അടുത്ത ചോദ്യം 13. ചുവടെ തന്നിരിക്കുന്നതിൽ ഒരുക്കം എന്നർത്ഥം വരുന്ന പദം ഏത്? സന്നാഹമാണ്. സന്നാഹം. A. 14. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1ഉം 2ഉം 4ഉം ആണ് ശരിയായിട്ടുള്ള ജോഡി. 1ഉം 2ഉം 4ഉം. A. 15. ധ്രുവങ്ങളിലെ ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്നും ഉപോഷ്ണ മേഖലയിലേക്ക് വീശുന്ന ഹിമക്കാറ്റാണ് ധ്രുവീയ പൂർവ്വവാദങ്ങൾ. ധ്രുവീയ പൂർവ്വവാദങ്ങൾ. ഓക്കെ, ഇത്രയായിരുന്നേ 15 ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നാളെ ഡേ 25 ആണേ. നാളത്തെ ടൈം ടേബിള്, അതുപോലെ പഠിക്കേണ്ട പോർഷൻസും ബാക്കി സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം. ടെലഗ്രാം ചാനൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യുക. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വീണ്ടും കാണാം. താങ്ക് യു.